എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. cap.mgu.ac.in/ugcap2024/ എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റ് പട്ടികകളിൽ ഉൾപ്പെടാത്തവരും അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അഡ്മിഷൻ നേടാത്തവരും അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്തവരും ഉൾപ്പെടെയുള്ളവർക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയും അതുപോലെ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫോർ ക്യാപ് ഫൈനൽ അലോട്ട്മെൻറ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അപേക്ഷ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലോഗിൻ ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിലെയും വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിൽ എന്നല്ല മെറിറ്റ് സീറ്റ് എത്രയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില കോളേജിൽ ഇവിടെ നിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു കോഴ്സിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അവിടെ ആ ഒരു കോഴ്സിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ നിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിൽ എന്നതിന് പകരം എന്താണ് ആ ഒരു കോഴ്സിലുള്ള സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് നൽകിയിട്ടുണ്ടാകും. ഇവിടെ നോക്കുന്ന സമയത്ത് ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ SF കോഴ്സിൽ ആനിമേഷൻ, ഫിലിം മേക്കിംഗ് ആൻഡ് ഡിജിറ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോഴ്സിൽ അതായത് സ്പെഷ്യലൈസേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത് ഗവൺമെൻറ് കോളേജാണോ എയ്ഡഡ് കോളേജാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ BA എക്കണോമിക്സിന് മൂന്നാറിലൊരു കോളേജിൽ ഏകദേശം 51ഓളം സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോളേജിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രി വരെയായിരിക്കും അപേക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്വന്തമായിട്ട് അപേക്ഷ നിങ്ങൾക്ക് വേണമെങ്കിൽ നൽകാവുന്നതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ട് വേണ്ട ഓപ്ഷനുകൾ സമർപ്പിക്കുക. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ പുതിയ ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രി വരെയോ ആയിരിക്കും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. വേക്കൻസി അനുസരിച്ച് വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ ലോഗിൻ ചെയ്ത് വേക്കൻസി ലിസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കാത്തവർക്കും അതുപോലെ ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിൽ നിന്നും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതായത് ഇതുവരെ MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.